വെള്ളാപ്പള്ളി നടേശനെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് മതം നോക്കിയല്ല വിദ്യാലയങ്ങൾ അനുവദിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എയ്ഡഡ് മേഖലയിൽ സ്കൂൾ വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. NSSും SNDPയും പ്രത്യേക അപേക്ഷ നൽകിയിട്ടില്ല. അപേക്ഷ നൽകിയാലും പരിശോധിച്ചിട്ടേ അനുവദിക്കൂവെന്നും മന്ത്രി വ്യക്തമാക്കി. പരാമർശങ്ങൾ ജനാധിപത്യപരവും മതേതരവുമായിരിക്കണമെന്നും വെള്ളാപ്പള്ളിയെ മന്ത്രി ഓർമ്മിപ്പിച്ചു. നമ്മളൊരു ജനാധിപത്യപരമായിട്ടും മതേതരത്വപരമായിട്ടുള്ള വർത്തമാനമല്ലാതെ അതിനപ്പുറമുള്ള ഒരു വർത്തമാനവും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. കഴിഞ്ഞ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഒരാൾക്കും പുതിയ സ്കൂള് അനുവദിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് SNDP NSS ഒന്നും പ്രത്യേകിച്ച് അപേക്ഷ നൽകിയിട്ടില്ല. അങ്ങനെ നമ്മൾ സ്കൂൾ അനുവദിക്കുന്നതല്ല. ഇനിയിപ്പം യാന്ത്രികമായി കണ്ണടച്ചുകൊണ്ട് മാത്രം അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു അപേക്ഷ കിട്ടിയതിൻ്റെ പേരിൽ മാത്രം അതൊരു സ്റ്റഡി നടത്തി അവിടെ സ്കൂൾ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ സ്കൂൾ അനുവദിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. അതാണ് നമ്മുടെ LDF ഗവൺമെന്റ് നയം എന്ന് പറയുന്നത്. അരുൺ സോളമനാണ് നമുക്കൊപ്പം ചേരുന്നത്. അരുൺ സോളമൻ, ഇതുവരെ ആരും അപേക്ഷിച്ചിട്ടില്ല. ഇനി അപേക്ഷിച്ചാലും എല്ലാം നോക്കിയിട്ടൊക്കെ അനുമതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നുകൂടിയല്ലേ ഇപ്പോൾ മന്ത്രി പറയുന്നത്? ഈ വിഷയത്തിൽ റിപ്പോർട്ട് TVയിലെ മാധ്യമപ്രവർത്തകനായി കൂടിയായിട്ടുള്ള റായിസ് റഷീദിനെതിരെയുള്ള തീവ്രവാദി പരാമർശം അത് വെള്ളാപ്പള്ളി നടേശൻ നടത്തി വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ വി ശിവൻകുട്ടി ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തുതരം പരാമർശമായാലും അത് ജനാധിപത്യപരമായിരിക്കണം, മതേതരപരമായിരിക്കണം. എന്തായാലും വെള്ളാപ്പള്ളിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണെന്ന് അറിയില്ല. അത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് ശിവൻകുട്ടി അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്കൂളുകൾക്കുള്ള അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അത് മതപരമായി നോക്കിയല്ല ഈ സർക്കാർ ഒരു സ്കൂളുകൾക്കും അനുമതി നൽകിയത്. താൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഒരു സ്കൂളിനും അനുമതി നൽകിയിട്ടില്ല. NSSോ SNDPയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അപേക്ഷയും ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് അങ്ങനെ ഒരു അനുമതി വന്നാൽ തന്നെയും അത് സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ട് ആ ഒരു സ്കൂളിന് അനുമതി നൽകാനാണ് സർക്കാരിന്റെ തീരുമാനവും നിലപാടും എന്നുള്ളത് അടിവരയിട്ടുകൊണ്ടാണ് വി ശിവൻകുട്ടി ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സുജയ. ഓക്കെ, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.